शंभो शंभो महादेव शंभो 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 शिव शंभो ഗംഭീരം കേമൻ എന്താ കൺസ്ട്രക്ഷൻ ഇത് ശാർങ്കധരൻ മുതലാളി കോംപ്ലക്സിന്റെ ഉടമസ്ഥനാ. ആരാ കോംപ്ലക്സിന്റെ ഉടമസ്ഥൻ ശാർങ്കധരൻ മുതലാളി. ഓ നോം മേമന ഇല്ലെത്തുന്ന കേട്ടിരിക്കും. മേമന മനക്കൽ വിഷ്ണു നമ്പൂരിപ്പാട്. ഞാനാ ഫോണിൽ സംസാരിച്ചത്. ഫോണിൽ അല്പം വിശദമായി അങ്ങോട്ട് സംസാരിക്കാൻ കിടക്കണേ ഉള്ളൂ. അതെ. അല്ല കച്ചവടമാവുമ്പോ അല്പമല്ല വിശദമായിട്ട് തന്നെ സംസാരിക്കണല്ലോ. ഈ കെട്ടിടത്തിന്റെ കന്നിമൂല എവിടെയാ? അയ്യേ കന്നിമൂലേ, കന്നമൂലാന്ന് കേട്ടിട്ടുണ്ട്. അതങ്ങ് തിരുവനന്തപുരത്തില്ലേ? കന്നിമൂല നിശ്ചയില്ല. ശപ്പൻ ആരാ ഇയാള്? എന്തുവാടേ? വേണ്ട, കിഴക്ക് ദിക്ക് നിശ്ചയുണ്ടോ? കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന സ്ഥലം നിശ്ചയുണ്ടോ? നിശ്ചയില്ല. शिव शंभो കിഴക്ക്. തിരുമേനി കോംപ്ലക്സിന്റെ അകമൊക്കെ കാണാം. കാണലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഉമാദത്തൻ നമ്പൂതിരി മേമന എന്റെ മകൻ. അവൻ ഗൾഫിൽ അറബികളോടൊപ്പം ചേർന്ന് കടലിൽ നിന്നും പെട്രോളും മണ്ണെണ്ണയും ഊറ്റണു. ആ സൂത്രം ഒരു 3-4 ഉണ്ട്. എന്താ അതിന്റെ പേര്? റിങ്ങോ റിഗോ എന്താന്ന് വെച്ചാൽ അത് കിട്ടണ കാശ് മുഴുവൻ വെള്ളത്തിൽ അങ്ങോട്ട് ഒഴുക്കാതെ, അല്ല മുടക്കാതെ, കുറച്ച് കരയിലും കൂടി മുടക്കാൻ നോം അവനോട് പറഞ്ഞു. എന്നാ പിന്നെ എല്ലാ അച്ഛന്റെ ഇഷ്ടവും അവനും പറഞ്ഞു. അപ്പോഴാ ഈ കോംപ്ലക്സ് വിൽപ്പനയ്ക്ക് ഉണ്ടെന്ന് ഏതോ ഒരു കൊശവൻ പറഞ്ഞത്. ആ കൊശവൻ ഞാൻ തന്നെയാ. ഓ ഹസലായി. ഏതായാലും ആ തീരുമാനം വളരെ നന്നായി. ഏത് തീരുമാനം? മനസ്സിലായില്ല. കോംപ്ലക്സ് വാങ്ങാനുള്ള തീരുമാനം. അതിന് വാങ്ങാന്നോ തീരുമാനിച്ചില്ലല്ലോ. ശപ്പൻ. എന്ത് മാസ വരുമാനം ഉണ്ട് കോംപ്ലക്സിൽ നിന്ന്? 3-3.5 ലക്ഷം രൂപ വാടക പിരിവ് ഒരു മാസം. കിട്ടാക്കുറ്റികൾ എത്രയുണ്ട് നോമത് ആദ്യം കേക്കട്ടെ. അതിപ്പോ ഒരു 5-6 പേരുണ്ട്. പക്ഷെ തീർന്നു പതക്കാൻ സെറ്റിൽ ചെയ്യും. ഇങ്ങനെ തിന്നണ വാഗോണ്ട് പറഞ്ഞോണ്ട് കാര്യമില്ല. ഒക്കെ കരാറിൽ എഴുതി ചേർക്കണം. അത് നിർബന്ധ. നിർബന്ധിക്കാം. പോരെ നമ്പൂതിരി? തൃപ്തിയായി. വന്നട്ടെ. ഇനി വിലയിലേക്ക് കിടക്കാം. വിലപേശൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഒറ്റ വിലയെ പറയുള്ളൂ. എനിക്കും അതാ ഇഷ്ടം. നിന്റെ ഇഷ്ടം ആരാ നോക്കണേ? കൂഷ്പാണ്ട വിട്ടി ഒഴിയ ബോറൻ. ശാരംഗപാണി വില പറയ. ശാരംഗപാണി അല്ല, ശാർങ്കധരൻ. എന്ത് ധരനായാലും വില പറഞ്ഞല്ലേ ഒക്കൂ. ഓ അത് പറയ. മിനിമം 4 കോടി കിട്ടണം. കോടീശ്വരൻ കോടീശ്വരൻ. നമുക്ക് സൂര്യ കോംപ്ലക്സ് മാത്രം മതി. അപ്പുറത്തെ പോസ്റ്റ് ഓഫീസ്, ഇപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ വേണ്ട. അയ്യോ അതൊന്നും എന്റെ അല്ല. വില പറയണത് കേട്ടപ്പോ ദോ അങ്ങനെ ധരിച്ചു. 1,05,00,000 രൂപയ്ക്ക് വാങ്ങിയ കോംപ്ലക്സ് അങ്ങനല്ലേ താൻ പറഞ്ഞത്? 3-4 വർഷത്തിനുള്ളിൽ 4 ഇരട്ടിയോ? എന്താ കഥ? ഇപ്പോഴാണെങ്കിൽ സെന്റ് ഏക്കറും ഒക്കെ അളന്നല്ല തൂക്കിയാ വിൽക്കണേ. അപ്പോഴും സൂര്യ കോംപ്ലക്സിന് 4 കോടി റുപ്യ. ശിവ ശിവ. 1 കോടിയൊക്കെ പ്രമാണത്തിൽ കാണുന്ന വിലയല്ലേ? ബാക്കി മുഴുവനും കൊടുത്ത് നമ്പർ 2 ആയിട്ടാ. എന്താ പറഞ്ഞ നോ കേട്ടില്ല. 1,05,00,000 രൂപയെ ഞാൻ പ്രമാണത്തിൽ എഴുതിച്ചുള്ളൂ. ബാക്കി മുഴുവനും ബ്ലാക്കാ. ബ്ലാക്കിലും കൊടുത്തു? അതെത്രയാ? 2,75,00,000 രൂപ. എന്തിനാ അങ്ങനെ കൊടുത്തത്? എനിക്ക് തോന്നി ഞാൻ കൊടുത്തു. എന്നാ നമുക്ക് തോന്നിയ വില നോമും പറയും. താൻ കൊടുത്ത പ്രമാണ വിലയിൽ നിന്നും 1 റുപ്യ കൂടുതൽ തരും. 1,05,01,000 രൂപ. 1,05,100 നയാ പൈസ. അത്രേ ഉള്ളൂ. അപ്പൊ ബ്ലാക്കോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാം കൂടി ചേർത്ത് അത്രേ തരുള്ളൂ. ഇയാളെ കണ്ടപ്പോഴേ തോന്നി നടക്കാൻ പോകുന്ന കാര്യമില്ലെന്ന്. എന്നാൽ അത് നടത്തിയിട്ടേ നോവിടുന്ന് പോകൂ. 1,05,1,00,000 രൂപ തരുമ്പോൾ താൻ ഈ വസ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പേർക്ക് തീരെഴുതും. മനസ്സിലാവണുണ്ടോ മിസ്റ്റർ ശാരംഗധരൻ? ഇനി 2 ഓപ്ഷനേ നിങ്ങളുടെ മുന്നിലുള്ളൂ. ഒന്നുകിൽ പറഞ്ഞ തുക വാങ്ങി ഇൻകം ടാക്സിന്റെ പേരിൽ പ്രമാണം നടത്തുക, അല്ലെങ്കിൽ 2,75,00,000 രൂപ ബ്ലാക്ക് മണി കള്ളപ്പണം കൊടുത്തതിനുള്ള പിഴയും തടവും അനുഭവിക്കുക. തന്റെ കാര്യം പോട്ടെ, പാവം വേളി ഇവരും അഴി എണ്ണേണ്ടി വരും. കഷ്ടായി. ഞാൻ തന്നെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ബ്ലാക്കിന്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പരമ്പരാഗത വിധി. നോമെന്നിറങ്ങിയപ്പോ താൻ ശ്രദ്ധിച്ചില്ലേ? ഈ തോരണവും ഇതിന്റെ വാലറ്റത്തൊരു യന്ത്രവും. താൻ പറഞ്ഞതെല്ലാം ഇപ്പൊ അവസാനം പറഞ്ഞത് ഉൾപ്പെടെ ഇതിൽ പതിഞ്ഞിട്ടുണ്ട്. കേൾക്ക. 1,05,00,000 രൂപയെ ഞാൻ പ്രമാണത്തിൽ എഴുതിച്ചുള്ളൂ. ബാക്കി മുഴുവനും ബ്ലാക്കാ. ബ്ലാക്കിൽ കൊടുത്തു. അതെത്രയാ? 2,75,00,000 രൂപ. ഇനി പറയാ, പിഴയും തടവും അനുഭവിക്കുന്നോ അതോ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇൻകം ടാക്സിന്റെ പേർക്ക് തീരെഴുതുന്നോ?
സത്യത്തിൽ ഞാനും എന്റെ ഭാര്യയും നിരപരാധികളാ. പ്രമാണം ഞങ്ങളുടെ പേരിൽ എഴുതിയെന്നല്ലാതെ പൈസ കൊടുത്തതും വാങ്ങിയതൊക്കെ ഇവളുടെ ചേച്ചിയുടെ ഭർത്താവാ ബാഹുലേൻ. വരുത്തുക ബാഹുലേനെ. മേമന നമ്പൂതിരി ഇൻകം ടാക്സ് ഓഫീസർ എന്റെ ശാരംഗര ചിരിക്കാതെ പിന്നെ എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ ചെയ്യാവോ? ഞാൻ അവിടെ എത്തുന്നതുവരെ അവനെ വിടരുത്. എന്ത് തന്ത്രം ഉപയോഗിച്ചാണെങ്കിലും പിടിച്ചു നിർത്തണം. അത്രയും മതി. ഞാനിത് എത്തിക്കഴിഞ്ഞു. അങ്ങേരെവിടെ ഇൻകം ടാക്സ്? നോവുടുണ്ട്. നമസ്കാരം, ഞാൻ എം ബാഹുലേയൻ. വിവരങ്ങളൊക്കെ ഇവര് പറഞ്ഞ് അറിഞ്ഞായിരുന്നു. ദയവ് ചെയ്ത് സാർ ഒരു കാര്യം മനസ്സിലാക്കണം. സംഗതി നടന്നത് നിയമപ്രകാരം തെറ്റാണ്. പക്ഷെ ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ സാർ? ഞാൻ ഇങ്ങോട്ട് വരിക. ഒരു സ്ഥലം അങ്ങോട്ട് ഉറപ്പിക്കുക. ഇനി തുടരുക. ഇക്കാലത്ത് 10-15% സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൊടുത്ത് ഫുൾ എമൗണ്ടും കാണിച്ച് ഒരു രജിസ്ട്രേഷൻ നടക്കത്തില്ല സാർ, ശരിയല്ലേ? അതെ. ഒരല്പം വിട്ടുവീഴ്ച ഏത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാണ് സാർ. കനിയണം. ഇതുപോലൊക്കെ കെഞ്ചിയരുന്ന് കാല് പിടിക്കുമെന്നാണോ തന്റെ വിചാരം? എടോ, ഈ ബിനാമി ഇടപാട് മാത്രമല്ല, ഇതുപോലെ വേറെ ബിനാമി ഇടപാടുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇനി നടത്തുകയും ചെയ്യും. ഇതെല്ലാം ചേർത്ത് തള്ളി അങ്ങോട്ട് തരാം ഇൻകം ടാക്സിന്. അയ്യോ, ഈ 1,05,00,000 ട്രാൻസാക്ഷനെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യുപകാരം തന്നെയാ. അത് തന്നവർക്ക് അതിലും വലുതെന്തോ സാധിച്ചു കൊടുത്തതിന്റെ ഒരു ഉപകാര സ്മരണ. ശരിയായിട്ട് പറഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ ഒരു ഇഷ്ടദാനം തന്നെയാ. ഒറ്റ ചില്ലി ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ ഇത്രയും വലിയ കരാർ ഇഷ്ടദാനമായിട്ട് തന്നാൽ അത് പിന്നീട് സംശയം ഉണ്ടാക്കുള്ളൂ എന്ന് കരുതി കുറച്ചു തുക ഞാൻ സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി ചെലവഴിച്ചു. ചേട്ടാ, ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അയാളുടെ പോക്കറ്റിൽ ടാപ്പർ കാർഡുണ്ട്. നീ മിണ്ടായിരിയടാ. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിലവിളിക്കുന്നത്. നോമ്പ് അറിഞ്ഞത് മുഴുവൻ ആ യന്ത്രത്തിൽ അങ്ങോട്ട് പതിഞ്ഞിട്ടുണ്ടാവും, ഇല്ലേ തിരുമേനി? അങ്ങനെ തെളിവൊക്കെ നോമ്പ് തന്നെ അങ്ങോട്ട് തന്ന സ്ഥിതിക്ക് ഇനി സിവിലായോ ക്രിമിനലായോ കേസെടുക്കാം. അസ്കിതല്ലേച്ചാ. അതിനു മുമ്പ് ഒരു ചെറിയ കർമ്മം കൂടി അങ്ങോട്ട് ആവാം. ഗോപി, ഈ വരുന്ന സാറ് ചോദിക്കുന്ന 4-5 ചോദ്യങ്ങൾക്ക് വളരെ ലൈറ്റായിട്ട് ഉത്തരം കൊടുക്കണം. ചെറുപ്രായത്തിൽ നമ്പൂരി കൗവീനത്തിൽ മുള്ളിട്ടില്ലേ? അതിപ്പോൾ ഇവിടെ വെച്ച അണ്ടർവെയറിൽ ഞാൻ ജയിക്കും. ഗോപി, തൊട്ടങ്ങ്. ഇൻകം ടാക്സ് ഏത് ഡിവിഷൻ, ഏത് സർക്കിൾ, ഏത് വാർഡ്, എന്താ അതിന്റെ ഡെസിഗ്നേഷൻ, ആരാ അതിന്റെ സീനിയർ, വേർ ഇസ് യുവർ ഓർഗനൈസേഷൻ, വാട്ട്സ് യുവർ നെയിം? പേര് വേണോ നമ്പൂരി? ഞാൻ കരവന അല്ല മേമന, സെയിൽസ് ടാക്സ് അല്ല ഇൻകം ടാക്സ്. ഈ വാർഡ്. ഈ വാർഡോ? ബാഹു, പോലീസിനെ വിളിക്ക. സത്യദാസനെ തന്നെ വിളിക്കാം. അവനാകുമ്പോ ഇവനെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ചുടുകാട്ടിലോട്ട് കൊണ്ടുപോയിക്കോളും. ഐ റിപ്പീറ്റ്, വേർ ഇസ് യുവർ ഓർഗനൈസേഷൻ, വാട്ട്സ് യുവർ ഡെസിഗ്നേഷൻ? സത്യദാസേ, എടോ ഞാനാണോ ബാഹുലേയൻ? താൻ ഉടനെ ഒന്ന് വരണം. എന്റെ വീട്ടിലേക്കല്ല, എന്റെ കോപ്പറ ശാരംഗധരന്റെ വീട്ടിലേക്ക്. ഞാൻ അവിടെയുണ്ട്. ഒരു കോളുണ്ടോ? താൻ ഉടനെ വരണം. ഞാൻ പോണു. എന്താണോ? ഞാൻ പോണു. എടോ, ഞാനൊന്ന് മാറിയപ്പോ എന്താണോ എനിക്ക് സംസാരിക്കാൻ സമയമില്ല ബാഹു. ഞാൻ പോണു. ഗോപി, അയ്യോ, ഞാൻ ഒന്നിനുമില്ലേ. ഓടിക്കളിക്കാതെ കാര്യം പറയണോ. ഗോപി ഇനി വരില്ല. എന്താണ് കാര്യം? ഗോപി നമ്മെ ഒരു ഐഡന്റിറ്റി കാർഡ് കാണിച്ചു. ഇൻകം ടാക്സിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഗോപി എന്ന് നമുക്ക് മനസ്സിലായി. പകരം നോമും ഒരു ഐഡന്റിറ്റി കാർഡ് കാണിച്ചു. ഇത് CBI ഐഡന്റിറ്റി കാർഡ്. നോം അതിൽ ഓഫീസർ പേര് വിക്രം. കുട്ടിക്കാലത്ത് ബാഹുലേയൻ കൗബീനത്തിൽ മുള്ളിയിട്ടില്ലേ? ഉണ്ടേ. ഇപ്പൊ അണ്ടർവെയറിലും ആകാം. ഒന്നു മാത്രമല്ല, രണ്ടും. അയ്യോ, CBI എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അസലായി. താങ്ക് യു സർ. മേമന നമ്പൂതിരി പൊടി പൊടിച്ചു എന്ന് പറഞ്ഞാൽ അധികാവില്ല. ഇറ്റ്സ് മൈ പ്ലഷർ. എന്നിട്ടിപ്പോ ആ തിരുമാലികൾ എവിടെ ഉണ്ട്? 3 പേരും. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ശാരംഗധരൻ, ബാഹുലേയൻ വളരെ സേഫായി കസ്റ്റഡിയിലുണ്ട്. ഒരു 24 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ നല്ല പദം വരും. പിന്നെ ചോദ്യം ചെയ്താൽ ചോദിക്കുന്നതിന് മുമ്പേ ഉത്തരവും വരും. കസ്റ്റഡിയിലാണെങ്കിലും അവർ ഓണം മുടക്കണ്ട. ഇല്ല സർ, 2 കൂട്ടം പായസം അടക്കം സദ്യ തന്നെയാണ് നാളെ തിരുവോണമായിട്ട് ഏർപ്പാടാക്കിയിരിക്കുന്നത്. വെരി ഗുഡ്. പിന്നെ നമ്പൂരിയുടെ വേഷവിധാനം വടക്കു നോക്കിയന്ത്രം ഉൾപ്പെടെ ചാക്കോടെ കൈ ഭദ്രം. ആവശ്യമുള്ളപ്പോൾ ഇനി ഉപകരിക്കും. റൈറ്റ്.
സർ നാളെ രാവിലെ 9 മണിക്ക് ബാംഗ്ലൂർക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അതിൽ പോയാ ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്താൻ കുടുംബത്തോടൊപ്പം ഓണസദ്യ കാര്യമാണ്. അതെ. താങ്ക് യു സർ. See you tomorrow. ഓക്കെ സർ. I wanted to congratulate you once again. You have become an expert in disguising. താങ്ക് യു സർ. ബാംഗ്ലൂരിൽ ഇത്തവണ പഴയ പോലെ ഓണാഘോഷമൊക്കെ ഉണ്ടോ? പിന്നെ അസോസിയേഷന്റെ ഇപ്രാവശ്യത്തെ മാവേലി ഞാനാ. കലക്കി. കാസറ്റ് ഇറക്കുന്നുണ്ട്. എങ്കിൽ ഗംഭീരായി. കൊട